മോൾക്കറിയോ, ക്ലാസ്സിൽ ഒന്നാമതായിരുന്നിട്ടും 10 തികയ്ക്കാതെ ചേച്ചി പഠിത്തം നിർത്തി. കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ നിങ്ങളെ എന്നെയൊക്കെ വളർത്തി ഈ നിലയിലാക്കി. അതിന് ചേച്ചി ഒരിക്കലും കണക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ കണക്ക് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം മോളെ. സൂക്ഷിച്ചിട്ടുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് ആവട്ടെ, വളർത്തിയതിന്റെ കണക്ക് മുഴുവൻ ശമ്പള തുക കൊണ്ട് തീർത്തിരിക്കും ഞാൻ ഇറങ്ങും അച്ഛാ. എന്തിന് ഇപ്പൊ പോണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇറക്കി വിടും മുമ്പ് പോകുന്നതല്ലേ നല്ലത്. എന്തൊക്കെയാ മോളെ പറയുന്നത്? നിന്നെ ഇവിടുന്ന് ആരിറക്കി വിടാനാ? ട്രെയിനിങ് മുടങ്ങാതിരിക്കാനല്ലേ ചേച്ചി അങ്ങനെ പറഞ്ഞത്? മോളെ അതൊരു നല്ല കാര്യമല്ലേ? നല്ലതും ചീത്തയും തിരിച്ചറിയാൻ എനിക്ക് പ്രാപ്തിയായി. ഇനി ഇവിടെ നിന്നാ എന്റെ നല്ല ബുദ്ധി നഷ്ടപ്പെടും. അപ്പോ അച്ഛന്റെ കൂടെ അല്ലേ മോള് നിക്കണോന്ന് പറഞ്ഞേ? അതിന് സമ്മതിക്കില്ലല്ലോ മോളെ. അത് സമ്മതിക്കാത്തതേ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ. അത് വേണ്ടെങ്കിൽ വേണ്ട. ട്രെയിനിങ്ങും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ചേച്ചി ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അതെ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ പോലീസ് ആവണ്ട. ആ മോഹം അങ്ങ് ഉപേക്ഷിക്കാൻ പറയാം അമൃതേച്ചിയോട്. ആരും ഒന്നും ഉപേക്ഷിക്കണ്ട. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ പോസ്റ്റിംഗ് വാങ്ങിക്കും. ഇവിടെയെങ്ങുമല്ല, പോകാവുന്നിടത്തോളം ദൂരെ. ആർക്കെങ്കിലും എന്നെ കാണണമെങ്കിൽ അറിയിച്ചിട്ട് വന്നാ മതി. അപ്പോ എൻഗേജ്മെന്റിനും കല്യാണത്തിനും നീ ഉണ്ടാവില്ലേ? അറിയിച്ചാ മതി. വരാൻ പറ്റുമെങ്കിൽ വരും. വല്യേച്ചിയോട് പിണങ്ങി നീ എങ്ങും പോണ്ട. അങ്ങനെ നീ പോയാ എന്റെ മനസ്സ് പൊള്ളിപ്പോവും. നന്നായി. അമൃതേച്ചിക്ക് മാത്രമേ മനസ്സുള്ളല്ലോ. വളരെ നന്നായി. എന്റെ മോളിങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. നല്ലത് വരുത്തണേന്നുള്ള പ്രാർത്ഥന കൊണ്ടാ ചേച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. പറക്കമുറ്റിയെന്ന് വല്യേച്ചിക്കറിയാം. പക്ഷെ പറക്കാൻ പഠിപ്പിച്ച മനസ്സാ ഇപ്പോഴും വല്യേച്ചിക്ക്. പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വല്യേച്ചിയോട് മോളൊന്ന് ക്ഷമിക്ക്. പിണങ്ങി പോവല്ലേടാ. ചേച്ചി ഇങ്ങനെ താണു കേണ അപേക്ഷിക്കൊന്നും വേണ്ട. അത്രയ്ക്കൊന്നും തരം താഴണ്ട. നിനക്കൊരു മനസാക്ഷിയില്ലേ അതിര്? ഇതിന് മാത്രം എന്താ തെറ്റാ അമൃതേച്ചി ചെയ്തത്? ഈ കണ്ണീര് വീണ ഗതി പിടിക്കില്ല നീ. ഓ, ഇനി നിന്റെ പ്രാക്കൂടെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി. ആയിക്കോളൂ. ഇത് പ്രാക്കും ശാപമൊന്നും അല്ല. അവള് പറഞ്ഞതെല്ലാം സത്യം. ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ നന്നാവില്ല ആരും. നിങ്ങൾക്കൊക്കെ ചേച്ചിയെ കൂട്ടുപിടിച്ച് നിന്നാ പല ഗുണങ്ങളും ഉണ്ടാവും. എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നെ കൂട്ടുപിടിക്കണ്ട. നീ കൂട്ടം തെറ്റി പോവാതിരുന്നാ മതി. വഴക്കൂടി പോവല്ലേ മോളെ. അതിരെ വല്യേച്ചി നിന്റെ കാല് പിടിക്കാം. പോവല്ലേ. ചേച്ചി തടയണ്ട. അവള് പോട്ടെ. സ്വന്തമായിട്ട് ജീവിച്ച് കാണിക്കട്ടെ. മോളെ. മതിയായില്ലേ നിനക്ക്? അവളെ പറഞ്ഞു പറഞ്ഞ് തെറ്റിച്ചിങ്ങനാക്കിയത് നീയാ. ഒന്നിച്ച് നിൽക്കുമ്പോഴുള്ള ബലം ഒറ്റയ്ക്കാവുമ്പോ കിട്ടില്ലക്കില്ലേ. അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോവും ചിലപ്പോ. അതിന് ചേച്ചി ഒരിക്കലും കണക്ക് പറഞ്ഞിട്ടില്ല. പക്ഷെ കണക്ക് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം മോളെ. സൂക്ഷിച്ചിട്ടുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ് ആവട്ടെ, വളർത്തിയതിന്റെ കണക്ക് മുഴുവൻ ശമ്പള തുക കൊണ്ട് തീർത്തിരിക്കും ഞാൻ.
എന്റെ മോളായിരിക്കണം ഈ കുടുംബത്തിന്റെ വിളക്ക്. അനിയത്തിമാർക്ക് നേരായ വഴി കാണിക്കുന്ന വെളിച്ചാവണം എന്റെ മോള്. അമൃതേച്ചി, ഇങ്ങനെ കരഞ്ഞ എനിക്ക് സങ്കടാവും. കരയാതിരിക്കണം, കരുത്ത് കാണിക്കണം എന്നൊക്കെ ഉപദേശിക്കാറുള്ളതല്ലേ അമൃതേച്ചി? എന്നിട്ടിപ്പോ ചുറ്റുപാട് നിന്ന് ബന്ധുക്കളും ശത്രുക്കളും ഒക്കെ ദ്രോഹിച്ചപ്പോഴും കണ്ണു നിറഞ്ഞിട്ടില്ല എന്റെ. കരഞ്ഞോണ്ടിരുന്ന കണ്ണീരുകൊണ്ട് കുടുംബം നടത്താൻ കഴിയില്ലെന്ന് നന്നായിട്ട് അറിയായിരുന്നു എനിക്ക്. ദേവമ്മ പറഞ്ഞു പഠിപ്പിച്ചതും അത് തന്നെയാ. അനിയത്തിമാരെ കരഞ്ഞ നീ അവർക്ക് കരുത്താവണമെന്ന്. പക്ഷെ മോളെ, നിങ്ങൾ 4 പേരും ചുറ്റിനും നിൽക്കുന്നതാ ചേച്ചിയുടെ ബലം. അത് നഷ്ടപ്പെട്ട ഞാൻ കരഞ്ഞു പോവും, പൊട്ടി പൊട്ടി കരഞ്ഞു പോവും. അങ്ങനെ നമ്മളെ ഇഴപൊട്ടിച്ച് കളയാൻ ആർക്കും പറ്റില്ല. വിവരക്കേടുകൊണ്ട് ആതിരെന്തെങ്കിലും പറഞ്ഞിട്ട് പോയെന്ന് വെച്ച് ചേച്ചി സങ്കടപ്പെടണ്ട. ഒറ്റബുദ്ധി അവക്ക്. ചേച്ചി നോക്കിക്കോ, ഈ ദേഷ്യമൊക്കെ മാറുമ്പോ അവളിങ്ങി തിരിച്ചു വരും. വന്നില്ലെങ്കിലും ട്രെയിനിങ് മുടക്കാതിരുന്നാ മതി. യൂണിഫോം ഇട്ട് ഒന്ന് കണ്ടാ മതി എനിക്ക്. എല്ലാത്തിനും കാരണം ഞാനാ മോളെ. കുറച്ചു ദിവസം എൻ്റെ കൂടെ അവൾക്ക് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അവളെ സപ്പോർട്ട് ചെയ്തു. വേണ്ടിയിരുന്നില്ല. പോലീസ് ട്രെയിനിങ്ങിന്റെ സീരിയസ്നെസ് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതായിരുന്നു. അച്ഛൻ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തണ്ട. ചേച്ചിയുടെ കയ്യിലുണ്ട് തെറ്റൊക്കെ, ശാസിക്കുന്നതിനുണ്ട് ഒരു പരിധിയൊക്കെ. അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് സാധാ കുറ്റപ്പെടുത്തലല്ലേ. എനിക്ക് അഖിലേച്ചിയുടെ ഈ സ്വഭാവം മനസ്സിലാവാത്തത്. ആതിരയ്ക്ക് വീട് വിട്ടു പോകുന്നതിന്റെ വിഷമോ അതെനിക്ക് മനസ്സിലാവും. പക്ഷെ അഖിലേച്ചി എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ ആർക്കും മനസ്സിലാവില്ലല്ലോ. ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന എന്നെ ആര് മനസ്സിലാക്കാനാ? കുറ്റപ്പെടുത്തിക്കോ, ഇഷ്ടം പോലെ കുറ്റപ്പെടുത്തിക്കോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയ ചേച്ചി ഇനി ഒന്നും മിണ്ടുന്നില്ല. മോളെ, അങ്ങനെ മിണ്ടായിരിക്കാൻ നിനക്ക് കഴിയോ? നീ അനിയത്തിമാർക്ക് ചേച്ചിയല്ല, അമ്മയാ. അമ്മയ്ക്ക് എങ്ങനെ മക്കളെ ഉപദേശിക്കാതിരിക്കാൻ പറ്റും? അതെ, അമൃതേച്ചി ഞങ്ങൾക്ക് അമ്മ തന്നെയാ കേട്ടോ. ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നും അമൃതേച്ചി. എന്നാലല്ലേ ഞങ്ങൾ നല്ല കുട്ടികളാവും. ചേച്ചി ഈ സങ്കടമൊക്കെ കളഞ്ഞ് ഒന്ന് ഉഷാറാവ്. ദേ, ഇന്ന് ബാങ്കിൽ പോണോന്നും ഓഡിറ്ററെ കാണണമെന്നൊക്കെ പറഞ്ഞല്ലേ. ഇങ്ങനെ സങ്കടപ്പെടാതെ ചുമ്മാ ഒന്ന് ദേഷ്യപ്പെട്ടെ ഞങ്ങളൊന്ന് കാണട്ടേന്നെ. ചിരിച്ചു. ഒന്ന് പോടിയോടുന്നു. എന്താടി, ഇന്ന് ഹോസ്പിറ്റലൊന്നും പോകുന്നില്ലേ? നേരെ എത്രയെന്നാ? ലേറ്റായ ഹാഫ് ഡേ ലീവ് ആവില്ലേ? ഞാൻ പോയിട്ട് വരാം.
മോള് സങ്കടപ്പെടണ്ട കേട്ടോ. ഇതാണ് എന്റെ ലോകം. ഈ കുടുംബമാണ് എന്റെ ജീവൻ. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ പിന്നെ ഞാനില്ല. കൃത്യം 11 മണിക്ക് വരാമെന്നാ സിസിലി പറഞ്ഞത്. ഇപ്പം മണി 11:30 ഈ സമയം പാലിക്കാത്തവരുമായിട്ട് ഒരു ഏർപ്പാടിനും പോകാതിരിക്കുന്നതാ നല്ലത്. വേറെ ആരുമല്ല, ചേച്ചി തന്നെയല്ലേ അവരെ കൊണ്ടുനടക്കുന്നത്. അതിലെനിക്കൊരു ലക്ഷ്യമുണ്ട്. അവളുടെ ഒരു സഹായം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവൾ അവിടുന്ന് പുറത്താ. ഇനി എന്ത് സഹായോ? സിസിലിയെ കൊണ്ട് കഴിയുന്ന ചെറിയ ഒരു സഹായം. പക്ഷേ അത് കഴിയുമ്പോ ഉണ്ടാവുന്നൊരു പൊട്ടിത്തെറിയില് പഞ്ചരത്നം നടുങ്ങും. പഞ്ചരത്നത്തിന്റെ ആധാരവും അമൃതയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രം വരെ എന്റെ കയ്യിലാവും. ഇനി ഞാൻ തീരുമാനിക്കും പഞ്ചരത്നത്തിന്റെ മേൽക്കൂരയുടെ മുകളില് ഒരു പക്ഷി ചിറകടിച്ച് പറക്കാൻ. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിനക്കെന്നല്ല, ഇവിടെ ഒരാൾക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. പഞ്ചരത്നം കൈപ്പിടിയിൽ ഒതുക്കാൻ പണ്ടേ തീരുമാനിച്ചുറപ്പിച്ചതാ ഞാൻ. അതിത്തവണ ബാങ്ക് വഴി എന്റെ കൈവെള്ളയിലെത്തും. എങ്ങനെ? അതൊന്നും എളുപ്പത്തിൽ നിനക്ക് മനസ്സിലാവില്ല മഹേന്ദ്ര. 1ഉം 2ഉം അല്ല, 2 കോടി രൂപയുടെ ബാധ്യതയാ ദിവ്യപ്രഭയുടെ പേരിൽ ഞാൻ പഞ്ചരത്നത്തിന് വരുത്തി വെച്ചിരിക്കുന്നത്. മാഡം, നിന്നെ നോക്കിയിരുന്ന് എന്റെ കണ്ണ് കഴിച്ചു. രാവിലെ എത്തുമെന്ന് പറഞ്ഞതായിരുന്നില്ലേ നീ? വൈകിയതിന് കാരണമുണ്ട് മാഡം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഉണ്ടായി പഞ്ചരത്നത്തിൽ. രാവിലെ മുതലേ വലിയ ബഹളവും വഴക്കുമായിരുന്നു. കാര്യങ്ങള് കണ്ടും കേട്ടും അറിയിക്കാൻ വന്നതാണ് ഞാൻ. അപ്പൊ കുറച്ച് വൈകിപ്പോയി. എന്താ കാരണം? കാര്യങ്ങളല്ലല്ലോ പ്രധാനം. പഞ്ചരത്നത്തിൽ പട തുടങ്ങി മാഡം. അടിച്ച് 5ആയി പിരിഞ്ഞില്ലെങ്കിലും ഉറപ്പായും 2ആയി പിരിയും. അഖിലയും ആതിരയും ഒരു വശത്ത്, ബാക്കി 3 പേരും മറുവശത്ത്. അമൃതയോട് പിണങ്ങി ആതിര വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ചന്ദ്രസേനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവും ഇല്ല. പിള്ളേർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. പഞ്ചരത്നം കലക്കി കുളിപ്പിച്ചിട്ട് ഞാൻ മേഡത്തിന്റെ കയ്യിലോട്ടങ്ങ് തരും. എന്നാ ഞാൻ നിനക്കൊരു പൊൻമോതിരവും പട്ടും വളയും ഇട്ട് തരും. 5 എണ്ണവും തമ്മി തല്ലി ചാവണം. ഒന്നൊന്നിനെ വെട്ടിക്കീറാൻ വെട്ടുവാൾ എടുക്കണം. 4 എണ്ണവും തീർന്നു പോയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ 5ാമതൊരെണ്ണം അതിനൊന്നും ചെയ്യരുത്. അമൃത എനിക്ക് വേണം ചേച്ചി. അവക്ക് വേണ്ടി എന്നെ നെഞ്ചിരുന്ന് തുടിക്കുക. ഓ, ഈ ഒരു പെങ്കോന്തൻ. അവള് കണ്ണും കൈയും കാണിക്കുമ്പോഴേ ഇളകി തെറിക്കുന്നവൻ. എന്റെ ലക്ഷ്യം വേറെയാ മഹേന്ദ്ര. പഞ്ചരത്നം മൊത്തത്തിലാ എന്റെ നോട്ടം. ഇന്ന് ബാങ്കിലെങ്ങാനും ചെന്ന 2 കോടി രൂപയ്ക്ക് സമാധാനം പറയേണ്ടി വരും അമൃത. ചന്ദ്രൻ സാർ ഇങ്ങനെ വിഷമിക്കാതെ. പിള്ളേര് തമ്മിലുള്ള ചെറിയ വഴക്കുകളല്ലേ, അത് മാറിക്കോളും. ഇളയ കുട്ടികൾക്ക് രണ്ടിനും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. അത് അമൃത അവളെ പൊന്നുപോലെ നോക്കി വളർത്തിയതുകൊണ്ടാ. അവളുടെ കയ്യിൽ മക്കളെ ഏൽപ്പിച്ചിട്ടാ രേണുക മരിച്ചത്. പിന്നെ അമ്മയുടെ സ്ഥാനം അവൾക്കായിരുന്നു. അന്നൊക്കെ കുടുംബം നോക്കാതെ തന്നിഷ്ടം പോലെ നടന്ന എനിക്ക്
എന്റെ മക്കളോട് വെറുപ്പായിരുന്നു. എന്നിട്ടും എന്റെ മക്കൾ എന്നെ വെറുത്തില്ല. അതും അമൃത കാരണം. വെറുക്കാൻ പഠിപ്പിച്ചില്ല കൃഷ്ണ അവള്. അതെ, നല്ല മനസ്സാ മോളുടെ. അതിന്റെ പുണ്യം എല്ലാവർക്കും ഉണ്ടാവും. ആ ബോധ്യം ഇളയ കുട്ടികൾക്കുണ്ടാവണം. ഒരു ചെറിയ കാര്യത്തിനായ പോലും അവളുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഇളയ കുട്ടികളല്ലേ ചന്ദ്രൻ സാറേ, പ്രായവും പക്വതയൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ. എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയുമെന്നല്ലാതെ അവർക്ക് സ്നേഹക്കുറവൊന്നുമില്ല. ഉണ്ടാവരുത്. പക്ഷേ അത് പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എത്രയും പെട്ടെന്ന് അമൃതയുടെ കല്യാണം കൂടി തീരുമാനിക്കണം. അഭിമന്യുവിന് അറിവും വിവരവും ഉണ്ട്. അമൃതയുടെ മനസ്സ് കാണാൻ അവന് കഴിയും. ഒപ്പം ഇളയ പിള്ളേർക്കായാലും ഏട്ടന്റെ സ്ഥാനത്തൊരാളുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാ. ഒരു തവണ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അവന്റെ കല്യാണം മുടങ്ങി. അതിന് ഞാനാ കാരണം. പിന്നെ അമൃതയുമായിട്ടുള്ള നിശ്ചയവും മുടങ്ങി. സാറേ, നമുക്കൊരു ജോത്സ്യനെ കണ്ടെന്ന് നോക്കിച്ചാലോ? അല്ല, എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പരിഹാരവും ചെയ്യാലോ. ദോഷമൊന്നുമില്ല. രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നവരില്ലേ, പിന്നെ എന്ത് ദോഷാ? എത്രയും പെട്ടെന്ന് കല്യാണത്തിന് നിശ്ചയത്തിനുള്ള തീയതി കുറിക്കണം. 2 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം. മേലോട്ടുമഠത്തിലെ പരമേശ്വരൻ നമ്പൂതിരെ എനിക്ക് നേരിട്ടറിയാം. നമുക്ക് അവിടെ ചെന്ന് തീയതി കുറിപ്പിക്കാം. ഇപ്പൊ എന്തു പറ്റി പ്രസിഡന്റ്? ഡിലേ ആവോ? എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തിയാക്കിയതാ. ഈ ആഴ്ചത്തെ കമ്മിറ്റിക്ക് വയ്ക്കാനിരുന്നതാ. അപ്പോഴാ ഒരു കംപ്ലൈന്റ് വന്നത്. കംപ്ലൈന്റോ? എന്ത് കംപ്ലൈന്റ്? അല്ല, പ്രോപ്പർട്ടിയുടെ ആധാരം വെച്ചല്ലേ ലോൺ എടുക്കുന്നേ? അതുകൊണ്ടൊന്നും കാര്യമില്ല അമൃതേ. പരാതി അതൊന്നുമല്ല. അമൃത ഈ പഞ്ചരത്നത്തിന്റെ ആധാരം പ്ലഡ്ജ് ചെയ്ത് മറ്റൊരാളോട് പണം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതും 2 കോടി രൂപ. ഇല്ല, ഞാൻ പണയം വെച്ചിട്ടില്ല. എന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും? ഇതേ ബാങ്കിൽ അക്കൗണ്ടുള്ള മറ്റൊരു സ്വകാര്യ വ്യക്തിക്ക് പണയപ്പെടുത്തിയിട്ടുണ്ട് ഈ ആധാരം. ഇല്ല പ്രസിഡന്റ്, എനിക്കങ്ങനെ പണയം വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പോ അനിയത്തിമാരുടെ കല്യാണം വന്നപ്പോ ഒരു 50 ലക്ഷം കടമെടുക്കാന്ന് വിചാരിച്ചു. അല്ലാതെ ഇതുവരെ ആരോടും 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല ഞാൻ. അതൊന്നും എനിക്കറിയില്ല മോളെ. ആധാരം പണയപ്പെടുത്തിയതിന്റെ സർവ്വരേഖകളും മുദ്രപത്രങ്ങളും സാക്ഷ്യപ്പെടുത്തിയായി ഇവിടെ പരാതി തന്നിരിക്കുന്നത്. ആരാ എന്നോട് ഈ ചതി ചെയ്തത്? തടത്തിൽപ്പറമ്പിൽ സുധാകർ പ്രസാദിന്റെയും യാമിനി കുഞ്ഞമ്മയുടെയും മകൾ ദിവ്യപ്രഭയാണ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ദിവ്യപ്രഭയോ? ആ, അവൾക്ക് പണയപ്പെടുത്തേണ്ട ആവശ്യം എന്താ? അത് എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് ഉത്തരം പറയും? അമൃതയിട്ട സിഗ്നേച്ചറാണ് രേഖയിലെല്ലാം ഉള്ളത്. അത് ഫേക്കാണ് പ്രസിഡന്റ്. ഞാനങ്ങനെ ഒപ്പിട്ടിട്ടില്ല. അതൊരു കള്ളയൊപ്പാ. അത് നിങ്ങളാണ് തെളിയിക്കേണ്ടത്. ഒരാൾക്ക് പണയപ്പെടുത്തിയ ആധാരത്തിന് മുകളിൽ ബാങ്കിന് വേറൊരു ലോൺ അനുവദിക്കാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ചും ഇതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരുമെന്നറിയാമോ? എനിക്ക് ആ ഒപ്പിട്ട ഡോക്യുമെന്റ്സ് ഒന്ന് കാണാൻ പറ്റുമോ? എന്റെ ഒപ്പൊന്ന് നോക്കാനാ. അത് പറ്റില്ല അമൃതേ. ഒരാൾ കംപ്ലൈന്റ് തന്നാൽ അത് കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കണമെന്നാ നിയമം. പരാതിയുടെ ഇത്രയും വിശദാംശങ്ങള് പറഞ്ഞത് തന്നെ പാടില്ലാത്തതാണ്. ഇത് മനഃപൂർവ്വം എന്നെ ചതിച്ചതാ. എന്നൊന്ന് വിശ്വസിക്കോ? ഞാനൊന്നും പണയപ്പെടുത്തിയിട്ടില്ല. ആരോടും കാശ് വാങ്ങിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അമൃത ഈ ദിവ്യപ്രഭയെ നേരിട്ട് ചെന്ന് കാണ്. ഈ ഫിനാൻഷ്യൽ ഇയറിലെ അവസാനത്തെ കമ്മിറ്റി മാർച്ച് 5-നാണ്. അതുവരെ ഞാൻ സമയം തരാം. അതിനു മുമ്പ് ഈ കംപ്ലൈന്റ് സോൾവ് ചെയ്താൽ മതി. കമ്മിറ്റിയിൽ വെച്ച് 2 ദിവസത്തിനകം ഞാൻ ലോൺ പാസ്സാക്കി തരാം. അതല്ലാതെ ഒരു നിവൃത്തിയില്ലേ? സോറി മോളെ,
ഈ ഡോക്യുമെന്റ്സ് ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.